ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ. ഇന്ന് എനിക്ക് ലൈസൻസ് കിട്ടി. ശരിക്കും കുറേ നാളായിട്ടുള്ളൊരാഗ്രഹം കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈസൻസ് എടുക്കണം എന്നുള്ളതൊരാഗ്രഹമാണെന്ന്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, വർക്ക് അല്ലെങ്കിൽ കൊച്ചിൻ്റെ കാര്യം, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടിട്ട് ഞാൻ ജോയിൻ ചെയ്തില്ല. വർക്കിനെ അഫക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ സമയത്തിന് കൊച്ചു വരുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ പറ്റുമോ, അങ്ങനത്തെ നൂറുകൂട്ടം കാരണങ്ങളും പറഞ്ഞിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷത്തെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നുള്ളത്. പക്ഷെ പിന്നീട് ഇതുപോലെ നിയമങ്ങൾ മാറി, സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞു, പിന്നെ സ്ട്രൈക്ക്, അങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ട് ഇനിയിപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ പിന്നെയും നിന്നെങ്കിലും പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് പോയിട്ട് ഡ്രൈവിങ്ങിന് ചേർന്നു. 3 മാസം മുമ്പായിരുന്നു ലേണേഴ്സിൻ്റെ ടെസ്റ്റ്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ റോഡും എച്ചും ഒക്കെ പഠിക്കാൻ പോയി. അപ്പോൾ അതിനിടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്ട്രൈക്ക്, അതുപോലെ ഡേറ്റ് കിട്ടുന്നില്ല, അങ്ങനത്തെ കുറേ ന്യൂസ് ഇങ്ങനെ എന്നും വരുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ മോഡിഫിക്കേഷൻ വന്നു, അങ്ങനെ കുറേ ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഇനിയും കിട്ടുമോ, എങ്ങനെ ആയിരിക്കും, ഇനി ഒക്ടോബർ വരെയാണ് അപ്പോൾ എൻ്റെ ഒരു ലേണേഴ്സിൻ്റെ കാലാവധി. അപ്പോൾ അതിന് മുമ്പ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു. പിന്നെ ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ഡേറ്റൊക്കെ അവൈലബിൾ ആയി തുടങ്ങി. അപ്പം ജൂലൈ 8-നായിരുന്നു എനിക്ക് ഡേറ്റ് എടുത്തത്. ഞാൻ എടച്ചിറ റാണി ഡ്രൈവിംഗ് സ്കൂളിലാണ് കേട്ടോ ഡ്രൈവിംഗ് പഠിച്ചത്. നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കുമായിരുന്നു. മെയിൻ റോഡിലൂടെ ഓടിക്കാനും, അതുപോലെ കയറ്റത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും, കയറ്റത്തിൽ വണ്ടി എടുക്കാനും, അതുപോലെ യൂ ടേൺ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള യൂ ടേണും കയറ്റവും ഒക്കെ ഉള്ള റോഡിലൂടെ പോകുമ്പം നമുക്ക് കുറേ വട്ടം അങ്ങനെ എടുക്കാനും പഠിക്കാനും ഒക്കെ പറ്റി. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ഡേയ്സിലുള്ള ഒന്നുമല്ല. അങ്ങനെ ഇന്നായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശരിക്കും. കാരണം എങ്ങാനും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ചിലപ്പം ഡേറ്റൊക്കെ കിട്ടാൻ ഒരുപാട് താമസിക്കും. ചിലപ്പോൾ 2 മാസമോ, അപ്പം ചിലപ്പം ഡേറ്റ് കിട്ടും, ചിലപ്പം താമസിക്കും എന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഗ്രൗണ്ടിലെത്തി. ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവണം. ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ലേണേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. അപ്പം നമുക്കത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെ പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്കപ്പ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ട് രാവിലെ തന്നെ ചെന്നു. ഓൾമോസ്റ്റ് 114, 120 എത്ര പേരുണ്ട്, 114 തോന്നുന്നു, അത്ര ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ അതിനനുസരിച്ച് നമ്പർ അനുസരിച്ച് വിളിക്കും. ഇത്ര പേര് നിൽക്കാൻ പറയും. 1 മുതൽ 40 വരെ നിൽക്കാൻ പറഞ്ഞു, പിന്നെ 80 മുതൽ 114 വരെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോ സെറ്റായിട്ട് വിളിക്കും. അങ്ങനെ നമ്മൾ നിന്നു. പിന്നെ അവിടെ ചെന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ, നമ്മുടെ നമ്പർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യും. പിന്നെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ കാണുന്ന എന്തെങ്കിലും നമ്പേഴ്സൊക്കെ വായിപ്പിക്കും. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കാനും വേണ്ടി വിടും. അങ്ങനെ എടുത്തു, അത് പാസ്സായി. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ റോഡ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകണം. അപ്പം ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റോഡ് ടെസ്റ്റിന് കയറി. അപ്പം നമ്മളെല്ലാം കയറ്റത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇന്ന് പോകുമോയെന്ന്. എന്തായാലും ഭാഗ്യത്തിന് നിന്നൊന്നും പോയില്ല. കയറ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കുറേ ക്ലാസ് അതിൻ്റെ തന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് വട്ടം ഇങ്ങനെ കയറ്റത്തിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്ത് എടുക്കുകയും അങ്ങനെ കുറേ നമുക്ക് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കയറ്റത്തിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഗിയേഴ്സ് എല്ലാം ഇട്ട് കാണിക്കണം. പിന്നെ 2 യൂ ടേൺസ് എടുപ്പിച്ചായിരുന്നു. പിന്നെ നമ്മൾ സിഗ്നൽ ഇടുന്നുണ്ടോ, മിറർ നോക്കുന്നുണ്ടോ, അങ്ങനെ ഓക്കെ ആയിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്നുള്ള എല്ലാ ക്രൈറ്റീരിയസും നോക്കും. അങ്ങനെ എന്തായാലും പാസ്സായി. അപ്പോൾ നിങ്ങളും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേരുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇതുപോലെ കയറ്റത്തിലെടുക്കാനും യൂ ടേണും അങ്ങനെ പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേരുക. നല്ലൊരു ഇൻസ്ട്രക്ടറിനെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാനുള്ളൊരു പേടിയും മാറിക്കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈസൻസ് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ചേരുക. നല്ലൊരു സ്കൂളിൽ ചേരുക, ലൈസൻസ് എടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.